빔 삐빔 삐비비빔. 안녕하십니까? It's massive. Alright, what should everybody do right now? Subscribe to this YouTube channel. ചേട്ടായി അവന്റെ മുഴുവൻ ഹിസ്റ്ററി എടുത്തിട്ടുണ്ട്. ഹിസ് നെയിം ഈസ് പ്രതാപ് ശങ്കർ. റഷ്യന്റെ യങ്സ്റ്റർ. മലയാളി തന്നെയാണ്. ഞാൻ അറിഞ്ഞത് വെച്ച് അമ്മു ഇപ്പോഴും അവരുടെ കസ്റ്റഡിയിലാണ്. ഞാൻ അവളെ ട്രാക്ക് ചെയ്തോണ്ടിരിക്കുക. കൂടുതൽ എന്തെങ്കിലും അറിഞ്ഞാൽ ഞാൻ വിളിക്കാം. ആടാ ഗുഡ് ഷോ. താങ്ക്സ് ചേട്ടായി. താൻ ഇങ്ങനെ ഒരു ഇരിപ്പിരിക്കല്ലേ. അയാൾ ട്രാക്ക് ചെയ്യുന്നുണ്ട്. തന്റെ അനീതിക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. ട്രസ്റ്റ് മീ, ഞാനുണ്ട്. ഓക്കെ, താൻ ഇങ്ങനെ ഇരുന്നാൽ ശരിയാകില്ല. വാ, നമുക്കത് പുറത്തു പോയിട്ട് വരാം. വിന്നി പറയടാ. ഇച്ചായ അവനെ ട്രാക്ക് ചെയ്തു. മട്ടാഞ്ചേരിക്കടുത്താണ്. അമ്മുവിന് ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ആ ശരി. എന്തായി വാ, അമ്മുവിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഏകദേശം കണ്ടുപിടിക്കാറായി. ശരിക്കും എന്റെ അമ്മുവിനൊരു കുഴപ്പമില്ലല്ലോ? ഇല്ല, താൻ പേടിക്കണ്ട. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാൻ. എന്താ? താനുമായി 1.5 ആഴ്ചത്തെ ബന്ധമേ ഉള്ളെങ്കിലും എനിക്ക് തന്നെ ഇഷ്ടായി. പെട്ടെന്നൊന്നും പറയണ്ട. ഈ സഹായിച്ചതോ ഇഷ്ടം കൊണ്ടൊന്നല്ല കേട്ടോ. വേണ്ട വേണ്ട എന്നൊക്കെ വെച്ചതാ. പക്ഷെ എനിക്കറിയില്ല. ജോൺ, അത് എനിക്ക് ഒരു മിനിറ്റ്, ഞാൻ ഈ കോൾ എടുക്കട്ടെ. പെണ്ണല്ലേ അന്ന് ചാടിപ്പോയ? അതേടാ, അവളെ തന്നെ പിടിക്കവളെ. രണ്ടിനും ബോധമില്ലല്ലോ. ഒന്ന് അവളെ നോക്ക്, ചത്ത ജീവനുണ്ടോ ഒന്ന്. ചത്താലും ചത്തില്ലെങ്കിലും അവളെ എടുക്ക്, എന്നിട്ട് എവിടെയെങ്കിലും കളയാം. സാറിനോട് അവള് സ്വന്തം ചത്തൊന്നും പറയാറ്. ഇന്ന് ഫോൺ എടുക്കാത്ത ഏതാ ലീക്കിന്റെ സൈഡിലാണല്ലോ. ഹോസ്പിറ്റലും ഇതെന്താ സ്ഥലം മാറി? ഈശോ, വാട്ട്സ് ഹാപ്പനിങ്? എന്ത് വെച്ചതാ? അറിയില്ലടാ, ക്രിട്ടിക്കലായിട്ട് ഇവിടെ എത്തിയത്. നിങ്ങളുടെ കമ്പനിയിലെ സെക്യൂരിറ്റി ആണ് ഇവിടെ കൊണ്ടുവന്നത്. ഡോക്ടർ, സാറിന് എങ്ങനെയുണ്ട്? ഒന്നും പറയാനായിട്ടില്ല. നന്നായി ബ്ലഡ് പോയിട്ടുണ്ട്. 24 അവർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല. ചേട്ടാ, നിങ്ങൾ കണ്ടിരുന്നു? എന്താ പറ്റിയേ? എന്താ ഉണ്ടായത്? സാർ, ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് പോവുകയായിരുന്നു. അപ്പോഴാണ് ലേക്ക് സൈഡിൽ കുറച്ച് പേര് അടി ഉണ്ടാക്കുന്നത് കണ്ടത്. ഞാൻ കുറച്ചുകൂടെ അടുത്തു പോയി നോക്കി. ഒരു പെൺകുട്ടി രക്തം വാർന്ന് നിലത്ത് കിടക്കുന്നത് കണ്ടു. എന്നാൽ പെട്ടെന്ന് അവരെവിടെ നിന്ന് സാറിന് തലക്കടിച്ച് വീഴ്ത്തി. ആ പെൺകുട്ടിയെ കൊണ്ട് കടന്നു കളഞ്ഞു. എനിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ലായിരുന്നു. ഞാൻ അവിടെ പോയി അടുത്തെത്തിയപ്പോഴേക്കും അത് സാറാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. താങ്ക് യുടാ, ഒത്തിരി നന്ദിയുണ്ട്. എന്നാ ചേട്ടൻ പോയിക്കോളൂ. ശരി സാർ. എടാ, എന്നാൽ എന്താ ഇതൊക്കെ? നീ എന്താ ആലോചിക്കണേ? ആ ചേട്ടൻ പറയുന്നത് വെച്ച് അവര് പിടിച്ചോണ്ട് പോയിരിക്കുന്നത് ജെന്നിയാണ്. വിട്ടില്ല. എന്റെ ഇച്ഛാനെ ഈ അവസ്ഥയിലാക്കി ഒന്നിനും ഞാൻ വെറുതെ വിടില്ല. ഹലോ, പ്രതാപ് ശങ്കറിന്റെ കൂടെ ഞാൻ അയക്കുന്ന ഡീറ്റെയിൽസിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്ക്. ജോൺ മരിയ മാത്രമേ ഉള്ളൂ. ജനീവ സ്റ്റീഫൻ ഇല്ല. ഓ ഡാം. ആരാടാ നീ? നിന്റെ കാലം. അങ്ങനെ ആവാണ്ടിരിക്കണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ കൂടെയുള്ള ജോനെ തിരിച്ചേരണം. ആഹാ, ഇപ്പൊ എടുത്തു തരാലോ. എടുത്തു കൊടുത്തേ.
എന്തായാലും എന്റെ കോമാളിക്കളി കൊള്ളാം. നിനക്ക് അത്രയ്ക്ക് അവളെ വേണമെങ്കിൽ അവളെ എടുത്തോടാം. അതിന്റെ മൂത്തത് ചാടി ചത്തൂന്ന് കേട്ടല്ലോ. എടോ I'ma beat the swaggin'. I'm a bandit. Lay your hands off my baby, my lady. With your pretty smile, just save me, just save me. Hold up, I'ma let my baby hold up to me. Just hold up, I'ma let my baby hold up to me. Just hold up. മതി. ഇനി ഞാൻ അവിടെ പോയി എടുക്കുവാണേ. പാഞ്ഞ പ്രതാപ. ഇതേതാ അടുത്തത്? എടാ, ആ ഷെന്നിയുടെ അനിയത്തിയ. ഇവരെ കിഡ്നാപ്പ് ചെയ്ത ഒരു തിണ്ടി വെച്ചേക്കുമായിരുന്നു. റെസ്ക്യൂ ചെയ്തതാ. ഭാഗ്യത്തിന് അവന്മാർ അവിടെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നല്ല മാൽന്യൂട്രീഷ്യസ് ആണ്. ഭക്ഷണം വെച്ചിട്ട് കുറെ ആയെന്ന് തോന്നുന്നു. ഓ, അവന് കൊടുത്തതൊന്നും പൂര. നീ പോലീസിനെ അറിയിച്ചോ? ആ, അറസ്റ്റ് ചെയ്തു. പക്ഷെ ഊരാൻ നല്ല ചാൻസ് ഉണ്ട്. അത് ഈ കുട്ടിയെ കൊണ്ട് കേസ് കൊടുപ്പിച്ചാ മതി. അല്ല, ചേട്ടായിക്ക് എങ്ങനെ? അത് നീ അറിഞ്ഞില്ലേ? അവൻ കണ്ണു തുറന്നു. പക്ഷെ ഇവ എന്നും പറഞ്ഞ ഒറ്റ ഇരിപ്പാ. ഓ മൈ ഗോഡ്. പുള്ളിയെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആ, 307. പിന്നെ ചേട്ടായി, എനിക്ക് അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലടാ. അവൾക്ക് കൊടുത്ത വാക്ക്. ചേട്ടായി, ആ പ്രതാപ് ശങ്കരെ ഞാൻ പോലീസിന് കൊടുത്തു. അവന് എനിക്ക് കയ്യിൽ വേണമായിരുന്നു. എന്റെ പൊട്ടി. അവനെ പ്രൈവറ്റ് ആയിട്ട് എടുക്കുന്ന കാര്യമൊക്കെ നമുക്ക് നോക്കാം. പക്ഷെ ജനീവ, അവൾ സ്റ്റിൽ മിസ്സിംഗ് ആണ്. എന്താ നീ പറയണേ? അപ്പൊ പ്രതാപ് ശങ്കറിന്റെ കയ്യില്? അയാളുടെ അടുത്തുനിന്ന് ജനീവയുടെ അനിയത്തിയെ കിട്ടി. അവളെ ഇപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി ICUല. പാവം, ഇവയ്ക്ക് അമ്മ ഒരു കടയിൽ ചെന്ന സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ അവളെ കിട്ടിയപ്പോഴേക്കും ഇവ ഇവിടെ ഇല്ലാതായി പോയല്ലോ. നിങ്ങൾ വിഷമിക്കാതെ, നമുക്ക് നോക്കാം. പക്ഷെ ഇന്നലെ ഞാൻ അവിടെ പോയപ്പോ ശങ്കർ പറഞ്ഞത് ഇവ സൂസൈഡ് ചെയ്യുന്നു. ബട്ട് സെക്യൂരിറ്റി സ്റ്റാഫ് അവളെ കാർഡ്സ് എടുത്തോണ്ട് പോകുന്നത് കണ്ടു. അപ്പോ എന്തോ ഒരു മിസ്റ്റേക്ക്. ഇനി I don't want to believe she's not in this world, or else I will burn this entire world. Don't worry, ചേട്ടാ. I don't think that would happen. നമുക്ക് നോക്കാം. ഈ പിന്നെയല്ലേ പറയണേ? ചേട്ടാ, അവൾക്കൊന്നും പറ്റിയില്ല. നിങ്ങൾ ലേക്ക് സൈഡിലുള്ള സമയത്ത് CCTV നോക്കി. അതിൽ നിന്നും അവളെ തട്ടിക്കൊണ്ടുപോയ കാറിന്റെ ഡീറ്റെയിൽസ് നോക്കി. അന്ന് അവിടെ ഒരു റെയിൽവേ ട്രാക്കിന് മുന്നിൽ തള്ളിയിടുക അവർ ചെയ്തത്. അതിനുശേഷം അവൾ എഴുന്നേറ്റ് കുറച്ചു നേരം നടന്ന് ട്രാക്കിൽ നിന്ന് 200 മീറ്ററോളം മാറി വീണ്ടും വീണു. 3 മണിക്കൂറോളം കഴിഞ്ഞ് ഏത് പള്ളിയിൽ അച്ഛനാണ് അവളെ കണ്ടുപിടിച്ച് അവളെയും കൂട്ടി ആംബുലൻസ് പോയിട്ടുണ്ട്. ബട്ട് ആ ഹോസ്പിറ്റലിൽ ജനീവ എന്ന ആളുടെ പേരിൽ അല്ല രജിസ്റ്റർ ചെയ്ത്. ബട്ട് ആ ഫാദറിന്റെ പേരും അതിലില്ല. സോ കൂടാതെ അവളുടെ ഫേസും വ്യക്തമല്ല. ഈ നാട്ടിലുള്ള എല്ലാ അച്ഛന്മാരെയും കുറിച്ച് അന്വേഷിക്കുക. അവരോട് ചോദിക്കുക. എന്തെങ്കിലും വിവരം കിട്ടി അറിയിക്കുക. ശരിയേട്ടെ. താൻ എണീറ്റോ? ഡോക്ടർ, ഹൗസ് ഷീഷ? ഷീസ് ഓൾ റൈറ്റ്. ബട്ട് കുറച്ച് പാനിക്കാണ്. താൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ബട്ട് ഒരു പരിധിക്കപ്പുറം പാനിക്കോ അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ട് ബിഹേവോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻ കൊടുക്കേണ്ടി വരും. ഐ ഹോപ്പ് ഇറ്റ് വോണ്ട് ഹാപ്പൻ. Joanne? Ammu? Thank God. എന്റെ ചേച്ചി. Hey, it's okay. തന്റെ ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല. Okay, she's all right. എനിക്കറിയില്ല, ഞാൻ കാരണം എന്റെ ചേച്ചിക്ക് ഈ ഗതി വന്ന്. ഞാനില്ലാതെ എന്റെ ചേച്ചി പേരിന് ചച്ചപ്പോ തൊട്ട് പ്രശ്ന. എന്റെ വീട്ടുകാരൻ ഇട്ടിട്ട് പോയി. എനിക്കാകെ എന്റെ അമ്മമ്മ ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മമ്മ പോയപ്പോഴേക്കും ഞാനും ചേച്ചി ഒറ്റയ്ക്ക്.
ചേച്ചി എനിക്ക് വേണ്ടി കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവസാനം ഞാൻ കാരണം ചേച്ചിക്ക് എന്നെ രക്ഷിക്കാണ് എന്റെ ചേച്ചി. സാറില്ല, പോട്ടെ, ഇറ്റ്സ് ഓക്കെ. ചേട്ടായി, ഗുഡ് ന്യൂസ് ആണോ ബാഡ് ന്യൂസ് ആണോ? ഗുഡ് ന്യൂസ് പറ. ആ, അച്ഛനെ കിട്ടി. നമ്മുടെ സെക്യൂരിറ്റിക്ക് അറിയുന്ന ആളാ. താങ്ക് ഗോഡ്, എന്റെ പ്രാർത്ഥന നീ കേട്ടു. അപ്പൊ ബാഡ് ന്യൂസ്, അങ്ങേര് നാട്ടിൽ പോയേക്കുവാ, കോട്ടയത്തെങ്ങാനും. നമ്മുടെ തറവാട് നാടല്ലേ? കണ്ടുപിടിക്കാം. അച്ഛോ, എന്താ എന്റെ ചേച്ചിക്ക് പറ്റി? അത് വൈകുന്നേരത്തിന് മുന്നേ നീ പണി തീർക്കോ മാത്ത? എന്റെ പൊന്നച്ചോ, തീർക്കുമെന്ന് പറഞ്ഞത് ഈ മാത്തനാണെ തീർത്തിരിക്കും. ഉവ്വ, നീ തീർക്കുമെന്ന്. ഇനി ഞാൻ ഇന്നും ഇന്നലെ ഒന്നും കാണുന്നതല്ലോ. അച്ചോ, നാട്ടിൽ പോകുന്ന കാര്യം പറയുന്ന കേട്ടായിരുന്നല്ലോ, എന്നായി? ആടാ മാത്ത, കുറെ പോണെന്ന് വിചാരിക്കുന്നു. നാട്ടിലെ സ്നേഹവീട് ഓർഫനേജ് ഏറ്റെടുത്ത് നടത്തണമെന്നാണ് കഴിഞ്ഞ ആഴ്ച ബിഷപ്പ് തീരുമാനിച്ചത്. കുറച്ചുകാലം കുഞ്ഞുമക്കളുടെ കൂടെ ചിലവഴിക്കണം. അപ്പോ അച്ഛൻ പോയ പിന്നെ തിരിച്ചു വരത്തില്ലയോ? അവരുടെ മാത്ത, പക്ഷെ പെട്ടെന്നുണ്ടാവില്ല. അതൊന്ന് നോക്കി നടത്താൻ പറ്റുന്ന ഒരാൾ കിട്ടുന്നത് വരെ. അതുവരെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കുറച്ചു നോക്കിക്കോളും. ഓ, മാത്ത വെയില് വീണു. ഇനി ചായ കുടിച്ചിട്ടാവും ബാക്കി പണി. നീ വാ. അച്ചോ, ദേ നോക്കിക്കേ, ഒരു പെങ്കൊച്ച്. എന്റെ കർത്താവേ, അച്ചോ, ജീവനുണ്ട്. മാത്ത ആംബുലൻസ് വിളിക്കടാ, ആശുപത്രി കൊണ്ടുപോകാം. ഫാദറിന് ആ കുട്ടി അറിയോ? ഇല്ല ഡോക്ടർ, പള്ളിയുടെ അടുത്തുള്ള പറമ്പിൽ നിന്ന് കണ്ടപ്പോ കിട്ടിയതാ. തലക്കടിയേറ്റത് കൊണ്ട് ഓർമ്മ പോയിട്ടുണ്ട്. ഇനി അത് തിരിച്ചു കൊണ്ടുവരാൻ ആദ്യ മാർഗം ആ കുട്ടിയുടെ വീട്ടുകാരെ കൊണ്ടുവരുന്നതാ. അതിപ്പോ എങ്ങനെ? എനിക്കറിയില്ല ഫാദർ. ചിലപ്പോ ഈ കുട്ടി സ്വയം മനസ്സിലാക്കുമായിരിക്കും, പക്ഷെ സമയമെടുക്കും. അത്രയും കാലം സാരമില്ല. ഒരു പാവം പെങ്കുച്ച് ഞാൻ നിസ്സഹായതയുമായി നിൽക്കുമ്പോ ഞാനൊന്നും ചെയ്തില്ല, ഒരു അച്ഛനാണെന്ന് പറഞ്ഞ ഒരു കാര്യമില്ല. കർത്താവ് എന്നോട് പൊറുക്കുകയല്ല. അവളുടെ കൂടെയുള്ളവരെ വരുന്നവരെ ഞാൻ നോക്കിക്കോളാം, എന്റെ മോളെ പോലെ. ജിയ, മോളെ, ഇന്ന് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ? ഫാദർ, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത്? ഫാദറിന് എന്നെ മുൻപ് അറിയാവോ? അത് മോളെ ജിയ, ഞാൻ പറയുന്നത് കേൾക്ക്. ജിയ, അതാണോ എന്റെ പേര്? അത് മോളെ, നിനക്കൊരു ആക്സിഡന്റ് പറ്റി. അത് കുറച്ചു കാലത്തേക്ക് പഴയതൊന്നും നിനക്ക് ഓർമ്മയുണ്ടായില്ലെന്നാ ഡോക്ടർ പറയുന്നത്. ആ കുറച്ചു കാലം കഴിയുമ്പോ നിനക്കെല്ലാം ഓർമ്മ വരും. അതുവരെ നീ നമുക്ക് ചെയ്യാണ്. അതൊക്കെ വിട് മോളെ. ഞാൻ നാട്ടില് ഒരു അനാഥാലയത്തിലെ കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ജോലി കിട്ടിയിട്ടുണ്ട്. മോളും എന്റെ ഇവിടെ നാട്ടിലേക്ക് വരുന്നു. വരാൻ സമ്മതമില്ലെങ്കിൽ? സമ്മതം. അല്ലെങ്കിലും ഇപ്പൊ ഞാനും ആ കുഞ്ഞുങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. അയ്യോ, അങ്ങനെ പറയാതെ മോളെ. ദൈവത്തിന് പരീക്ഷണം മാത്രമായിട്ട് ഇതിനെയൊക്കെ കാണൂ. കുഞ്ഞിനെ സ്നേഹിക്കുന്നവർ കുഞ്ഞിനെ തേടിയെത്തും. സമാധാനം ഇരിക്കും മോനെ. എല്ലാം കാണുന്ന ദൈവമാണ് നിന്നെ ഇവിടെ എത്തിച്ചത്. ഇനി നീ ജിനിയിൽ നിന്നും അകലെയല്ലല്ലോ. എന്നാൽ ആരാത്? അയാളെ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. കണ്ണുകൾ എന്തൊക്കെയോ എന്നോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ജിയ, നിന്നെ ഫാദർ അന്വേഷിക്കുന്നുണ്ട്. ഫാദർ? ആ മോളെ വാ. ഒരു സാധാരണ മനുഷ്യൻ നിന്റെ സ്ഥിതിയിലുള്ള ഒരു കുട്ടിയെ കിട്ടിയാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്. എനിക്കറിയാം കുഞ്ഞൻ നേരത്തെ കാര്യങ്ങൾ കണ്ടിട്ട് പേടി വന്നു. മോൾക്ക് അറിയുന്ന എന്നാൽ ഓർമ്മയില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. മോളി അച്ഛൻ പറയുന്നത് കേൾക്കണം. പറയൂ ഫാദർ. അവർക്ക് പോയോ? ചേച്ചി, അമ്മ, ചേച്ചി, എന്റെ മോള്, എന്റെ കുട്ടിക്ക് എന്തിനു പറ്റിയോ? ചേച്ചിക്കന്ന് രക്ഷിക്കാൻ പറ്റില്ല മോളെ. ചേച്ചി, ഞാൻ സേഫായതിന് കാരണം ഇവരൊക്കെയാ. ജോൺ, ശരി, അന്ന് അതൊക്കെ സംഭവിച്ച ഞാൻ കാരണല്ലേ?
ഇനി നീ അങ്ങനെ പറഞ്ഞ ഈ കവളിൽ കടി തരുന്നു. നോക്കിച്ചായ പിള്ളേര് നല്ല ചേർച്ചയുണ്ടല്ലേ. അങ്ങനെ നമ്മളുടെ പണി ഒഴിഞ്ഞു. അവനായി അവന്റെ പെണ്ണിനെ കണ്ടുപിടിച്ചു. അമ്മ കൊന്നു ആ പ്രതാപ് ശങ്കർ. അവരുടെ അത്യാർത്ഥി കാരണം എന്റെ എന്തോ ഭാഗ്യത്തിന് കൊന്നില്ല. അങ്ങനെ ഞാൻ ഇവളെ കൊല്ലാൻ വിടത്തില്ല. മിനിച്ച അമ്മടി അപ്പോഴേക്കും ഇത്രയൊക്കെ നടന്നോ? അപ്പൊ ചേച്ചിയോ? ഹോ, ഒരാഴ്ച ഉണ്ടല്ലേ. അമ്മ മൂത്താരുടെ മുമ്പിൽ മോളെ മോളെ അയ്യോ എണീക്ക്. എന്നാടി കുറച്ചു നേരം കൂടി ഉറങ്ങട്ടെ എന്ന്. അയ്യോ മമ്മി വിളിക്കുന്നു. കള്ളും കുറച്ച് ബോധമില്ലാതെ. എന്റെ ദൈവമേ എന്നാ മമ്മി മമ്മി ഇതേ അവിടെ ഡോറില്. അയ്യോ ഞാൻ പോയി വിളിക്കട്ടെ. മമ്മി എന്തായിരുന്നു? എന്റെ ഭാവി മരുമകളെ ഒന്ന് കാണാൻ വന്നതാ. അതെ, മോൾ കുറച്ച് പലഹാരങ്ങൾ അച്ചാറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ജോലിക്ക് പോകുമ്പോ പ്രത്യേകമായിട്ട് ഉണ്ടാക്കി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. അയ്യോ അത് വേണ്ടായിരുന്നു മമ്മി. അച്ഛൻ എന്തേലും വേണ്ടതൊക്കെ വാങ്ങിച്ചു തരാറുണ്ട്. ഓ ആണല്ലേ. എന്റെ മോനെ കുറിച്ച് പറഞ്ഞപ്പോഴാ എന്റെ മോന്റെ അതേ പെർഫ്യൂം സ്മെല്ല്. അത് ഞാൻ ദർശന്റെ കൂടെയല്ലേ ഓക്കെയാണ്. അപ്പൊ അതിന്റെ ആയിരിക്കും. എന്റെ പൊന്നു മോനെ, ആ കള്ളന് നീ അല്ലാതെ ചൂട്ട പിടിക്കോ? സൂക്ഷിച്ചു നോക്കണ്ട മമ്മി, ഇത് ഞാനല്ല. നിന്നെ 10-28 കൊല്ലം ഞാൻ കാണുന്നു. എന്നിട്ട് എന്റെ അടുത്ത് വിളിക്കാൻ നോക്കുവാണോ? അത് മമ്മി അവള് വീട്ടില് ഒറ്റയ്ക്കൊക്കെ ഒരു കൂട്ടിന്. ഒറ്റക്ക് അവർക്കൊക്കെ കൂട്ടു കൊടുക്കാനാണോ എന്റെ മോന്റെ പുതിയ ജോലി? മമ്മി മേച്ചത്തരം പറയാതെ. ഇങ്ങനെ പോയ കെട്ടിന് മുന്നേ എന്നെ അമ്മാമ്മയാക്കുമല്ലോടാ നീ. മമ്മി മര്യാദക്കെങ്കിൽ മര്യാദക്ക് 1.5 കൊല്ലം ബാക്കിയുണ്ട് കെട്ടിന്. കൺട്രോൾ ചെയ്ത് വെച്ചില്ലേ ചൂരിനെ കൊണ്ട് തല്ലി കിട്ടും. മമ്മി കിമ്മി ദേ കൊച്ചെ, നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് പറയാം. ഇതിന്റെ തന്തേനെ പോലെ ഇതുങ്ങളും കെട്ടുമ്പോ വേറെ ചാടിയ കേസൊക്കെ ഒരിക്കൽ കൂടി തലയിലെടുത്തൊക്കെ എനിക്ക് വയ്യ. മമ്മി സൂക്ഷിച്ചും കണ്ടും നടക്ക. ഞാൻ പോട്ടെ, ഇവന്റെ വീട്ടിലും കൂടി എനിക്ക് റെയ്ഡ് നടത്താറുള്ളതാ. ശരി മമ്മി. ഇനി ഇവിടെ എന്തൊക്കെ കാണാനോ ഈശ്വര. പതിയെ പതിയെ തന്നെയോ? എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? മര്യാദക്ക് ചെയ്യും. എന്റെ കീവർഗീസ് പുണ്യാളാ, ഈ പിള്ളേരൊക്കെ സംസ്കാരവും പറഞ്ഞ ഞാൻ വേറെ പിള്ളേരാ. ഇങ്ങനെ മതിയോ? അയ്യോ എന്റെ കാലനായി വന്ന് എന്റെ കാലെടുത്തോണ്ട് പോകാൻ വന്നതാണോ? കിണിക്കുന്നത് കണ്ടില്ലേ? അല്ല, അതെന്നെ ഒരു കാറ് പോകുന്ന സൗണ്ട്. നല്ല പരിചയമുള്ള കാറാണല്ലോ. അത് വിട്, തടവിത്ത. നിന്നോട് ആരെ പണ്ട് ഹീൽസ് ഒക്കെ ഇട്ട് നടക്കാൻ പറഞ്ഞേ? പിന്നെ ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോ മര്യാദക്ക് ഇരിക്കണ്ടേ? അതിന് ഹീൽസ് ഞാൻ ആര് പറഞ്ഞു? ഇങ്ങനെക്കൊണ്ട് അതിനാണ് പ്രൊഫഷണൽസ് എന്ന് പറയണേ. പണ്ടാരടങ്ങ് പ്രൊഫഷണലിസ്റ്റ്. എന്താ തടവി തരാന്ന് പറഞ്ഞ? പറഞ്ഞാ തനിക്ക് കൊള്ളാം. ഈ ജീവിതകാലം അത്രയും തടവാനുള്ളതാ. എന്റെ ഏമാത്തി, ഈ ജീവിതം ഗോവിന്ദയല്ലോ. തടാടാ. എന്തായി സാറേ, പിള്ളേരെയൊക്കെ കണ്ടോ? തൃപ്തിയായി, കണ്ടെടുത്തോളം മതിയായി. നീ എന്താ പറയണേ? 10 ഗുണം 10 ഗുണം. പിള്ളേര് നിങ്ങളുടെ സന്തതി തന്നെ. തന്തയുടെ സ്വഭാവമായിട്ട് ഒരു മാറ്റമില്ല. കലികാലം. സാറാമ്മോ, പിള്ളേര് രണ്ടവരുടെ വഴിക്ക് പോയി.
നമുക്ക് നമ്മുടെ വഴി നോക്കണ്ടേ? എന്നാ അല്ല, നമ്മൾ ഒറ്റയ്ക്കാണല്ലോ ഈ വീട്ടിൽ. അവിടെ അപ്പാപ്പന്റെ പ്രായം മൂത്തർച്ച കിടക്കുമ്പോഴാണ് നേരം നെഗളിക്കും. എന്റെ കർത്താവ് ഇങ്ങനത്തെ ഞാനൊന്നും പറയുന്നില്ല. ഹോ. വേണ്ടായിരുന്നു. മ്യൂ മ്യൂ ഗൈസ്. അപ്പോൾ പ്രേമം അവൾ തീർന്നിരിക്കുകയാണ്. അത് വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്നല്ല, അത്യാവശ്യം കുറച്ച് ദിവസമൊക്കെ എടുത്ത് എന്താണ് എൻ്റെ സുഹൃത്ത് എഴുതിയ കഥ ആണ് ഞാൻ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. ഇഷയല്ല, ബേസിക്കലി അവൾ ജെസ്സിയാണ്, ഞാൻ ഇഷ എന്ന് വിളിക്കുന്നതാണ്. സോ അവളുടെ സ്റ്റോറിയാണ് ഞാൻ എഡിറ്റ് ചെയ്ത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അത്രയ്ക്ക് വലിയ എന്താണ് ഇതായിട്ടുള്ള സ്റ്റോറി, കുഞ്ഞ് സാധാരണ ഒരു സ്റ്റോറിയാണ്. പിന്നെ കുറച്ച് എഡിറ്റിങ് കുറച്ച് റഷ് ചെയ്തോ എന്ന് ചോദിച്ചാൽ ചെയ്തു, കാരണം എനിക്ക് സെം എക്സാം വരാൻ പോവാണ്, എനിക്ക് കുറേ പഠിക്കാനുണ്ട്. ബട്ട് നിങ്ങളുടെ ഇഷ്ടങ്ങളും എനിക്ക് സെം എക്സാമിന് വേണ്ടി കളയാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇറക്കിയിരിക്കുന്നത്. 5 ദിവസം കൊണ്ട് എൻ്റെ സെം എക്സാമാണ്. ഞാനൊരു വക പഠിച്ചിട്ടില്ല, എനിക്കറിയാൻ പാടില്ല, ഞാൻ തോറ്റുന്നു. ഞാൻ എന്തിനകത്ത് നിങ്ങളോട് പറയണേ, അത് വിടും. സോ എൻ്റെ ഫെലോ ജി കുക്കേഴ്സിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ സ്റ്റോറിയാണ്. അപ്പോൾ അവർ മാംഗല്യക്കുരുക്ക് കണ്ടിട്ട് നല്ല രീതിക്ക് ട്രോമറ്റൈസ്ഡ് ആയെന്ന് ഞാൻ അറിഞ്ഞു, പാവം. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി എൻ്റെ ഫ്രണ്ടിന് അവളുടെ കഥ ആക്ച്വലി എഡിറ്റ് ചെയ്ത് കാണണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടും, പിന്നെ എനിക്ക് എൻ്റെ ജി കുക്കേഴ്സിന് ഒരു ട്രിബ്യൂട്ട് കൊടുക്കണം എന്നുള്ളത് കൊടുക്കാൻ എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ടും അന്നേരം അത് രണ്ടും ക്ലാഷായി. അപ്പം അന്നേരം ഉണ്ടായൊരു സംഭവമാണ് പ്രേമാമവൾ. അപ്പം ജി കുക്ക് സ്റ്റോറീസ് ഇനിയും ഉണ്ടാവും, പേടിക്കണ്ട. അതേപോലെ തന്നെ തേക്കുക്ക് സ്റ്റോറീസും ഉണ്ടാവും, ചിലപ്പം വേറെ പല ഷിപ്സും ഉണ്ടാവും. എൻ്റെ ബയോ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്നത്തെ നിങ്ങളുടെ ലവേഴ്സ് നാളത്തെ ബ്രദേഴ്സ് ആയിരിക്കും, ഇന്നത്തെ ബ്രദേഴ്സ് നാളത്തെ ലവേഴ്സ് ആയിരിക്കും, പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇന്നത്തെ ലവേഴ്സ് അല്ലെങ്കിൽ ഇന്നത്തെ ബ്രദേഴ്സ് നാളെ സിസ്റ്റേഴ്സും ആവാം, എന്തും ആവാം, ഒന്നും പറയാൻ പറ്റില്ല. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ സ്റ്റോറി മാറ്റേഴ്സ്. അപ്പോൾ എനിക്ക് ഞാൻ എഴുതുന്ന കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത്രയ്ക്ക് ആഷ്പൂഷ് അല്ലാത്ത ഒരു പാവം കഥയാണിത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അത് നേരത്തെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടായിരുന്നു, ഇതൊരു പാവം കഥയാണ്, പാവം കഥയായിട്ട് തന്നെ എടുക്കുക. ആൻഡ് കുറച്ച് എൻ്റെ സ്റ്റോറേജും എൻ്റെ ഫോണിൻ്റെ കുറേ പ്രശ്നമുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് ശരിക്കും ഒരു വൺ ഷോട്ടാക്കാൻ പറ്റുന്നൊരു സ്റ്റോറി ആയിരുന്നു. പിന്നെ എനിക്കത് ഞാൻ തീരുമാനിച്ച സമയമാകുമ്പോഴേക്ക് എനിക്ക് ഒട്ടും പോസ്റ്റ് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ അതിൻ്റെ ചില പ്രശ്നങ്ങളും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്ലാൻ ചെയ്ത രീതിയിലല്ല എൻ്റെ ഒരു ഡേ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ പല പ്ലാൻസും വരും, അതിൻ്റെ ഇടയിൽ എനിക്ക് പിരാന്ത് പിടിക്കും ചിലപ്പം. ബട്ട് നിങ്ങൾ അതൊക്കെ സഹിച്ച് കാണുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഐ എം ഹാപ്പി. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ, കഥ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ചെയ്യാം, ലൈക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം, കമൻ്റൊന്നും ഇട്ടിട്ട് പോകണം. എനിക്ക് ശരിക്കും ജെന്യുവൻലി എനിക്കറിയണം, അതായത് ഈ കഥ ഇഷ്ടമായോ, എഡിറ്റിങ്ങിൽ മാറ്റം വരുത്തണോ, കഥയിൽ മാറ്റം വരുത്തണം, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇതൊക്കെ നിങ്ങൾ കമൻറ്റ്സ് വഴി പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അപ്പം കമൻ്റ് ഇടുക. ഞാൻ എന്നെ പറയാം, ശരിക്കും ഞാൻ ഉറക്കം മൂത്ത് പറയുന്ന കേട്ടോ ഇതൊക്കെ. നാളെ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തന്നെ നാണക്കേട് തോന്നും. പക്ഷെ ഞാൻ ഡിലീറ്റ് ആക്കില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡിലീറ്റ് ആക്കില്ല. അപ്പം ശരി, ഇനി ഞാൻ കൂടുതൽ നിന്നാൽ ഞാൻ പലതും പറഞ്ഞു പോകും. നിങ്ങൾക്കും ഭ്രാന്താവും, എനിക്ക് ഓൾറെഡി ഭ്രാന്താണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ബൈ അമീസ്, ലവ് യു. പിന്നെ AMSൽ BTS വേണ്ടി വോട്ട് ചെയ്യുക. ഓക്കെ, BTS വേണ്ടി AMSൽ വോട്ട് ചെയ്താൽ 3 കാറ്റഗറിയിൽ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. BTS വേണ്ടി വോട്ട് ചെയ്യുക. ഓക്കെ. നമ്മളുടെ ആൾക്കാർ അരിറാങ് ഇറക്കി, അരിറാങ് അടിപൊളിയാണ്, കോൺസെർട്ട് അതിലും അടിപൊളിയാണ്. സോ ഇത്രയും എഫേർട്ട് ഇടുന്ന നമ്മളുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണ്ട. അപ്പോൾ AMS എന്തായാലും നിങ്ങൾ വോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ.